സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യ. അപ്പോൾ എന്താണ് ഭാഗങ്ങളുടെ സംഖ്യ അഥവാ പാർട്ട് നമ്പർ? നിങ്ങൾക്ക് എല്ലാവർക്കും സംഖ്യകളെക്കുറിച്ച്, എണ്ണൽ സംഖ്യകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? ഏത് മുതലാണ് എണ്ണൽ സംഖ്യ ആരംഭിക്കുന്നത്? 1 മുതൽ അങ്ങനെ ആരംഭിച്ച് അനന്തമായിട്ട് അങ്ങനെ പോവാണ് അല്ലേ? അപ്പൊ എന്താണ് ഈ പാർട്ട് നമ്പർ, ഭാഗങ്ങളുടെ സംഖ്യ? നമ്മൾ കേട്ടിട്ടുണ്ടോ? അത് ഇല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭാഗങ്ങളുടെ സംഖ്യ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 1 കഴിഞ്ഞാൽ 1ന്റെയും 2ന്റെയും ഇടയിൽ കുറച്ച് നമ്പേഴ്സ് വരും. അതിനെയാണ് ഈ ഭാഗങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 0ന്റെയും 1ന്റെയും ഇടയിൽ സംഖ്യ ഉണ്ടാവും. അതാണ് ഭാഗങ്ങളുടെ സംഖ്യ. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കാം. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആ 2 കുട്ടികൾക്കും കൂടി ഒരു ചോക്ലേറ്റ് കിട്ടി. അപ്പം എങ്ങനെയാണ് ആ 2 കുട്ടികളും അത് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ചോക്ലേറ്റ് കിട്ടിയ കഴിഞ്ഞാൽ 2 പേരുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? അതിനെ 2 തുല്യ ഭാഗമാക്കും അല്ലേ? ഒരെണ്ണം കൂടാൻ പാടില്ല, അപ്പൊ പ്രശ്നമായി അല്ലേ? 2 തുല്യ ഭാഗമാക്കിയിട്ട് അതിനെ ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കും? ഓരോ കഷ്ണം വീതം കൊടുക്കും അല്ലേ? അപ്പൊ നമ്മൾ ആ തുല്യ ഭാഗമാക്കണേന് നമ്മൾ എന്താണ് പറയാ? ഹാഫ് ആക്കുക അല്ലേ? ഒരെണ്ണത്തിനെ മുറിച്ച് പകുതി ആക്കുക അല്ലെങ്കിൽ ഹാഫ് ആക്കുക എന്നാ പറയാറ് അല്ലേ? എല്ലാവർക്കും പരിചയമുള്ളതാണത്. അപ്പൊ അതിനെയാണ്, അപ്പൊ അതില് നമുക്ക് 2 എണ്ണം ആക്കി കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് ആ 2 കുട്ടികൾക്ക് ഓരോ കഷ്ണമാണ് കൊടുക്കുന്നത്, ഓരോ പീസാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ആ കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഒരു ചോക്ലേറ്റിനെ നമ്മൾ 2 ആക്കി മുറിച്ചിട്ട് അതില് ഒരു ഭാഗമാണ് ആ ഒരു കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്ന് പറയും. അപ്പൊ കിട്ടിയത് ശരിക്ക് പകുതിയാണ്, അരഭാഗമാണ് കിട്ടിയത്. അങ്ങനത്തെ നമ്പറിനെയാണ് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ കാണിക്കാന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ ഒരു കേക്കാന്ന് വിചാരിക്കാം. ഒരു സർക്കിൾ വെട്ടിയിട്ട് എന്താണ്? ഒരു കേക്ക്, സർക്കിളിന്റെ ഷേപ്പിലുള്ള ഒരു കേക്കാണ്. ഇതിനെ 2 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ 2 തുല്യ ഭാഗമായിട്ട് ഇങ്ങനെ മുറിച്ചു. 2 തുല്യ ഭാഗമായിട്ട് മുറിച്ചിട്ട്, വളരെ തുല്യാണ് അല്ലേ? ഇത് 2 ഈക്വൽ അല്ലേ? അപ്പൊ ഇതില് ഒരു ഭാഗം ഒരു കുട്ടിക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ പറയാ? 1 ഔട്ട് ഓഫ് 2, അല്ലെങ്കിൽ എന്ത് പറയാം? 2ൽ 1. 1 ഔട്ട് ഓഫ് 2 അല്ലെങ്കിൽ 2ൽ 1. അതിനെ കാണിക്കുന്നത് ഇതുപോലെയാണ്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കേക്ക്, ഒരു ചോക്ലേറ്റ് വരച്ചിട്ടുണ്ട്. ആ ചോക്ലേറ്റിനെ 2 തുല്യ ഭാഗമായിട്ട് മുറിച്ചിരിക്കുന്നു. അതിലൊരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗമാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ എന്താ പറയാ? 1 ഔട്ട് ഓഫ് 2, 2 ഭാഗത്തില് ഒരു ഭാഗം. അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/2 എന്നാണ് പറയാറ് സാധാരണ. 1/2. ശരിക്ക് എളുപ്പത്തിലാണ് 1/2 പറയുന്നത്. ശരിക്ക് പറയേണ്ടത് 1 ഔട്ട് ഓഫ് 2 അല്ലെങ്കിൽ 2 ഭാഗത്തിൽ ഒരു ഭാഗം എന്നാണ് പറയേണ്ടത്. അങ്ങനെ നമ്മൾ പറയാറില്ല, 1/2 എന്നാണ് പറയാറ്. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്, നമ്മുടെ സാധാരണ നമ്പർ അല്ല, എണ്ണൽ സംഖ്യ അല്ല. അപ്പോ അത് 1ലും താഴെയുള്ള ഒരു സംഖ്യയാണ് അല്ലേ? ഈ 1/2 എന്ന് പറയുമ്പോൾ 1 വരുന്നുണ്ടോ? 1 വരുന്നില്ല, ഒരു കഷ്ണല്ലേ ഉള്ളൂ. അപ്പൊ 1ലും താഴെയാണ് 1/2. ഇനി നമ്മൾ ഇവിടെ 2 ആൾക്ക് പകരം 3 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ചോക്ലേറ്റ് ഉള്ളൂ. ആ ഒരു ചോക്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? 3 പേർക്ക് തുല്യമായിട്ട് ഭാഗിക്കണം, ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചോക്ലേറ്റിനെ എത്ര കഷ്ണാക്കേണ്ടി വരും? 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? അതിൽ നിന്ന് 3 കഷ്ണാക്കി ഭാഗിച്ചതിൽ നിന്ന് ഒരു കഷ്ണമാണ് ഒരാൾക്ക് കിട്ടുക. അങ്ങനെ 3 പേർക്കും ഓരോ കഷ്ണം കൊടുക്കുന്നു. അപ്പൊ ഒരാൾക്ക് എത്രയാ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1 ഔട്ട് ഓഫ് 3, 3ൽ ഒരു ഭാഗം, അതാണ് ഒരാൾക്ക് കിട്ടുക. ഇനി
3ന് പകരം ഇവിടെ 4 പേരുണ്ടെങ്കിലോ, ഒരു ചോക്ലേറ്റ് ഉണ്ട് 4 പേരുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചോക്ലേറ്റിനെ 4 തുല്യ കഷ്ണമായിട്ട് മുറിക്കേണ്ടി വരും. 4 തുല്യ കഷ്ണമായിട്ട് മുറിച്ചു കഴിഞ്ഞിട്ട് ഒരാൾക്ക് എത്രയാ കിട്ടുക? 4 പേരില്ലേ? അപ്പൊ 4 കഷ്ണമാക്കി മുറിച്ചു. അപ്പൊ ഒരാൾക്ക് ഒരു കഷ്ണല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ഔട്ട് ഓഫ് 4 അല്ലെങ്കിൽ 4ൽ ഒരു ഭാഗം. 4ൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുക. അവിടെ കാണിച്ചിട്ടുണ്ട് ചോക്ലേറ്റിനെ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുക. അപ്പൊ അതിൽ ഏതായിരിക്കും വലുത്? 2ൽ ഒരു ഭാഗമാണോ വലുത്? 3ൽ ഒരു ഭാഗമാണോ വലുത്? 4ൽ ഒരു ഭാഗമാണോ വലുത്? ഇതാണ് വലുത് അല്ലേ? 2ൽ ഒരു ഭാഗമാണ് വലുത്. 2ൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിനെ നമ്മൾ എന്ത് പറയാം? ഹാഫ് അല്ലെ? പകുതി. ഹാഫ് അല്ലെങ്കിൽ പകുതി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇതൊന്നും എല്ലാ ഫ്രാക്ഷൻസും ഇവിടെ 1ൽ താഴെയാണ്. അതായത് ഒരു ബിസ്ക്കറ്റ്, ഒരു കേക്ക് ആകെ ഉള്ളൂ. അതിനെ മുറിച്ച് പങ്കുവയ്ക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഇതെല്ലാമാണ് എന്ത്? ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണത്തിനെ ഞാൻ 5 തുല്യ ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട്. 5 തുല്യ ഭാഗമായിട്ട് മുറിച്ചതില് 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 1 പാർട്ടേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ 1/5. ഇവിടെ 2 പേർക്ക് കിട്ടുന്നത് 2/5 ആണ്. ഇനി ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിനെ 12 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഞാനിവിടെ 4 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 4 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 4 ഔട്ട് ഓഫ് 12. 4/12. 12ൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഷെയ്ഡ് ചെയ്ത റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഭിന്നസംഖ്യ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എത്ര ഭാഗമാണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പീസസ്. ടോട്ടൽ ആകെ വരുന്ന കഷ്ണങ്ങളുടെ എണ്ണം. 4/12 എന്ന് കിട്ടി. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്. ഇവിടെ ഒരെണ്ണത്തിനെ ഞാൻ 8 ഭാഗമായിട്ട് മുറിച്ചിരിക്കുന്നു. 8 ഭാഗത്തിൽ ഇവിടെ എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 6 കഷ്ണങ്ങളുമേ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദിസ് ഫിഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 6/8. അതായത് 6 ഔട്ട് ഓഫ് 8 അല്ലെങ്കിൽ 8ൽ 6 ഭാഗം. അപ്പൊ 6/8 എന്നാണ് എഴുതാറ്. അതെങ്ങനെയാണ് എഴുതുക? അപ്പൊ 6 ഭാഗം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിത്രം നോക്കാം. ഇതിൽ ആകെ എത്ര പാർട്ടായിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്? എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 10 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ഷെയ്ഡഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുക? നമ്മൾ 3 ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 അല്ലേ? ടോട്ടല് 10. അപ്പോ 3 ഔട്ട് ഓഫ് 10. 10ൽ 3 ഭാഗം അല്ലെങ്കിൽ 3/10. ഇങ്ങനെ നമ്മൾ പറയാൻ മെനക്കെടാറില്ല. സാധാരണ 3/10 എന്നാണ് എഴുതാറ്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക. പുതിയ ഒരു പേജ് എടുത്തിട്ട് പാർട്ട് നമ്പർ എന്ന്, മലയാളം മീഡിയംകാരാണെങ്കിൽ ഭാഗങ്ങളുടെ സംഖ്യ, യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 എഴുതുക. ഭാഗങ്ങളുടെ സംഖ്യ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ചിത്രങ്ങൾ വരച്ചെടുത്തിട്ട് അതിന്റെ ഫ്രാക്ഷൻസ് റൈറ്റ് ദ ഫ്രാക്ഷൻസ് ഓഫ് ഷെയ്ഡഡ്. റൈറ്റ് ഇങ്ങനെ എഴുതാം കേട്ടോ. റൈറ്റ് ദ ഫ്രാക്ഷൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻസ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക നോട്ടിലേക്ക് കേട്ടോ. അതായത് മലയാളം മീഡിയംകാർക്കാണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ചിത്രത്തിന്റെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഭിന്നസംഖ്യ എഴുതുക. ഭിന്നസംഖ്യ
എഴുതുക. ഇത് എഴുതിയെടുക്കുക ആദ്യം നോട്ടിലേക്ക് കേട്ടോ. നോട്ടിലേക്ക് ആദ്യം ഇത് എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത നോട്ട് എഴുതാം. അതായത് ഏതൊരു ഐറ്റത്തിനെയും ഇപ്പൊ ഒന്ന് ഹാഫ് ആക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ അതിനെ ഹാഫ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബൈ 2 രണ്ടെണ്ണം ആക്കുകയാണ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഒരു 10 ചോക്ലേറ്റ് ഉണ്ട്. ആ 10 ചോക്ലേറ്റിനെ നമ്മൾ ഹാഫ് ആക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 10/2 അല്ലെ. 10/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. 20 ചോക്ലേറ്റിനെ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യാന്ന് എന്താ ചെയ്യുക? 20/2. പക്ഷെ അതെല്ലാം നമ്പേഴ്സ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ 5 ചോക്ലേറ്റ് ആണെങ്കിലോ 5 ചോക്ലേറ്റ് 5നെ ഹാഫ് ആക്കാൻ നമുക്ക് കൃത്യമായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 5നെ by 2 തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും എന്ന് മാത്രം അല്ലെ. ഇവിടെ അപ്പൊ ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്, ഹാഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ടത് ഏതിനെയാണോ ഹാഫ് ആക്കേണ്ടത് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇപ്പൊ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഫ്രാക്ഷൻസും എന്താണ്? ഒന്നിൽ കുറവാണ്, ഒന്നില്ല, ഒന്നിൽ കുറവായിട്ടുള്ള നമ്പറാണ്. നമ്മൾ ഒരെണ്ണം ആകെ ഉള്ളതിനെ നമ്മൾ ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാല് ആ ഒന്നിനെ by 2 ചെയ്യാണ്. 1 divided by 2 അല്ലെ. അപ്പൊ അതിനെ ഹാഫ് ആക്കി. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് പറയും, ഹാഫ് എന്ന് പറയും. മലയാളത്തില് പകുതി. അപ്പൊ പകുതി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് കൺസെപ്റ്റ്? 1/2. ആ ഫ്രാക്ഷൻ പകുതിയുടെ ഫ്രാക്ഷൻ ആണ് എന്ത്? 1/2. ഇത് റെക്ടാങ്കിൾ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ സർക്കിൾ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ റെക്ടാങ്കിൾ ആകുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സൗകര്യം ആയതുകൊണ്ട് റെക്ടാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. സർക്കിളും വെച്ച് നമുക്ക് പിന്നീട് നോട്ടിൽ ചെയ്യാം. അപ്പോൾ 1/2 ആണ് എന്ത്? ഹാഫ് അല്ലെങ്കിൽ പകുതി. ഇനി നമ്മളിവിടെ ക്വാർട്ടർ, അതായത് ഒരെണ്ണത്തിനെ തന്നെ 4 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് കാൽ ഭാഗം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. കാൽ ഭാഗം എന്ന് വെച്ചാൽ എന്താണ്? 4 ഭാഗമാക്കിയിട്ട് അതില് ഒരു ഭാഗമാണ് എന്ത്? കാൽ ഭാഗം. ഇംഗ്ലീഷിലാണെങ്കിൽ ക്വാർട്ടർ എന്ന് പറയും. അപ്പൊ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ് ഫ്രാക്ഷൻ വരുന്നത്? 1/4 ആണ് വരുന്നത്. 4 ഭാഗമാക്കിയതില് ഒരു ഭാഗം. അങ്ങനെ ഇപ്പൊ 4 ഭാഗമാക്കിയതിൽ 3 ഭാഗം എടുക്കുമ്പോഴാണ് എന്ത് വരിക? മുക്കാൽ ഭാഗം എന്ന് കേട്ടിട്ടുണ്ടോ മലയാളത്തില്? അതിനെ ഇംഗ്ലീഷില് 3/4 എന്ന് പറയാം. 4 ഭാഗമാക്കിയതില് 3 ഭാഗം എടുക്കുകയാണെങ്കിൽ, അതായത് ഇതിന്റെ ഇപ്പൊ നമ്മളുടെ ഒരു ഭാഗമാണ് എടുത്തേനെ, 4ൽ ഒരു ഭാഗം, വീണ്ടും ഒരു ഭാഗം എടുത്തു, വീണ്ടും ഒരു ഭാഗം എടുത്തു. അപ്പൊ 3 ഭാഗം എടുക്കുകയാണെങ്കിൽ അതിനെ 3/4 അല്ലെങ്കിൽ മുക്കാൽ ഭാഗം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇപ്പൊ 1/2 ഒരു ഫ്രാക്ഷൻ ആണ്, 1/4, 3/4 അല്ലെ. ഇപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ 4ൽ 3 ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ബൈ ഇട്ട് എഴുതുന്ന സംഖ്യകൾക്കാണ് ഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി നമ്മളിവിടെ കാണുന്ന ഒരു സംഭവം എന്താണ്? ഒരു ഫ്രാക്ഷൻ എടുത്തേക്കാണ് 1/2 അല്ലെ. അപ്പൊ അതിന് 2 അക്കങ്ങള് 2 ഡിജിറ്റുകൾ വരുന്നുണ്ട് ഇല്ലേ. ഒരു ലൈൻ ഉണ്ട്, അതിന്റെ മുകൾ ഭാഗത്ത് ഒരു നമ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു നമ്പർ വരുന്നുണ്ട്. ഇനി ആ മുകൾ ഭാഗത്തുള്ള നമ്പറിനെ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ അഥവാ അംശം എന്നാണ് പറയാ. ന്യൂമറേറ്റർ അഥവാ അംശം എന്നാണ് പറയാ. താഴെ എഴുതുന്ന നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ എന്ന് ഇംഗ്ലീഷിലും ഛേദം എന്ന് മലയാളത്തിലും പറയും. ഡിനോമിനേറ്റർ എന്ന് ഇംഗ്ലീഷിലും ഛേദം എന്ന് മലയാളത്തിലും പറയും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നില്ല. ഞാൻ ഇൻട്രൊഡക്ഷനിലെ എല്ലാ ബേസിക് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലത്തെ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോൾ നോട്ടിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഭാഗങ്ങളുണ്ട്. മുകളിൽ ഒരു നമ്പർ കാണാം, അതുപോലെ തന്നെ താഴെ ഒരു നമ്പർ കാണാം. അതിനെ മുകളിലത്തെ നമ്പറെ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ അഥവാ അംശം. താഴെ കാണുന്ന നമ്പറിനെ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ അഥവാ ഛേദം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇത് നോട്ടിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ഫ്രാക്ഷൻസ് 3 തരത്തിൽ വരുന്നുണ്ട്. There are 3 types of fractions. ഭിന്നസംഖ്യകള് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തത് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ അതിന് പറയുന്ന പേര് സാധാരണ ഭിന്നം. എന്താണ് സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാല്? ന്യൂമറേറ്റർ, അതായത് മുകളിലുള്ള നമ്പറിനെയാണ് എന്ത് പറയാ? ന്യൂമറേറ്റർ എന്ന് പറയാം. ന്യൂമറേറ്റർ വിൽ ബി ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിട്ടിരിക്കും അല്ലെ? ഇവിടെ നോക്കൂ, 1/3 എന്ന് പറയുമ്പോ 1 3യേക്കാളും ചെറുതല്ലേ? രണ്ടാമത്തെ നോക്കാം, 2/3 എന്ന് പറയുമ്പോ 2 3യേക്കാളും ചെറുതാണ്. 3/4 എന്ന് പറയുമ്പോഴോ 4നേക്കാളും ചെറുതല്ലേ 3? 4/5 എന്ന് പറയുമ്പോ 5നേക്കാളും ചെറുതാണ് 4. അതായത് അംശം. അംശം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്പർ, ഛേദം എന്ന് പറഞ്ഞാല് താഴത്തെ നമ്പറാണ്. അംശം ഛേദത്തേക്കാൾ ചെറുതായിരിക്കും. ഇങ്ങനത്തെ ഭിന്നസംഖ്യകളെയാണ്, ഇങ്ങനത്തെ ഫ്രാക്ഷൻസിനെയാണ് എന്ത് പറയാ? പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം എന്ന് പറയാം. അത് മനസ്സിലാക്കിയാൽ മതി. ഇതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ, കാണാപ്പാഠം പഠിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഡെഫിനിഷൻ ഒന്നും പഠിക്കൊന്നുമില്ല. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം എന്ത് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നമാണെന്ന് മനസ്സിലാവണം. അപ്പൊ ഓരോന്നും മനസ്സിലാക്കിയിട്ട് പോവാ. എപ്പോഴും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിരിക്കും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ ഇത് വൃത്തിയായിട്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, വൃത്തിയായിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഫ്രാക്ഷൻ ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം. അതായത് രണ്ടാമത്തെ ന്യൂമറേറ്റർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അതായത് അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. 3/2 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ന്യൂമറേറ്റർ ആണ് 3, ഡിനോമിനേറ്റർ 2 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ എന്തുമാണ്? വലുതുമാണ് അല്ലെ? ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതും. രണ്ടാമത്തത് 5/3 ആണ്. അവിടെ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. അങ്ങനെ ന്യൂമറേറ്റർ വലുതായി വരുന്ന ഫ്രാക്ഷൻസ് ആണ് എന്ത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പൊ 3 നെല്ലിക്ക ഉണ്ട്. 3 നെല്ലിക്ക 2 പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? 3/2 എന്ന് ഉപയോഗിക്കുക. 3 നെല്ലിക്കയ്ക്ക് 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോ 3 നെല്ലിക്കയെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 2 പേര്. അപ്പൊ 3/2 എന്ന് എഴുതി. അപ്പൊ 3/2 അത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം ശരിക്കും. അപ്പൊ നമുക്ക് വേറെ കിട്ടും, അത് അടുത്തതിൽ പറഞ്ഞുതരാം. ഇനി 5/3 എന്ന് പറഞ്ഞാലോ 5 നെല്ലിക്കയുണ്ട്, 3 പേരുണ്ട്. അപ്പൊ എങ്ങനെ തുല്യമായിട്ട് കൊടുക്കാം? 5നെ 3 ആയിട്ട് 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 5/3. ഇതാണ് അതിന്റെ സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഫ്രാക്ഷനെയാണ് എന്ത് പറയാ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം എന്ന് പറയാം. അപ്പൊ ഇതും രണ്ടാമത്തെ ഭാഗമായിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എക്സാമ്പിൾ എഴുതണം. മൂന്നാമത്തെ ടൈപ്പ് ഫ്രാക്ഷന്റെ പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നം. നമ്മളിപ്പോ 2 തരം പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ തരമാണ്. മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നം എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് എന്നുണ്ടെങ്കിൽ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് അതില് ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. ഒരു നമ്പർ ഉണ്ടാവും, അതുപോലെ ഒരു ഫ്രാക്ഷനും ഉണ്ടാവും. ഒരു സംഖ്യയും ഒരു ഭിന്നസംഖ്യയും ചേർന്നതാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഉദാഹരണം മിശ്രഭിന്നം കാണിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ കയ്യില് 3 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 3 ബിസ്ക്കറ്റ് ഉണ്ട്, അതുപോലെ 2 ആൾക്കാരുണ്ട്. അപ്പൊ ഈ 3 ബിസ്ക്കറ്റിനെ 2 പേർക്ക് നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 2 പേർക്ക് 3 ബിസ്ക്കറ്റിനെ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കണം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇത് 3 ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കുക.
3 ബിസ്ക്കറ്റ് നമ്മൾ രണ്ടാളേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ബിസ്ക്കറ്റ് വീതം ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ ഈ 2 ബിസ്ക്കറ്റും കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്, അവിടെ 1 ബിസ്ക്കറ്റ് ആണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. എന്ത് ചെയ്യാ, അപ്പൊ അതിനെ തുല്യ 2 കഷ്ണങ്ങൾ ഇന്നലെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, പകുതി അല്ലെ, ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരെണ്ണത്തിനെ ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് ഒരു കഷ്ണം ഒരാൾക്കും മറ്റേ കഷ്ണം മറ്റൊരാൾക്കും കൊടുത്തു അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര ബിസ്ക്കറ്റ് ആണ് നമുക്ക് കിട്ടിയത് എന്ന് നോക്കാം. ഒരാൾക്ക് എത്രയാണ് കിട്ടിയത്, 1 കിട്ടി, ഒരു പകുതിയും കിട്ടി, 1½ അല്ലേ. 1 കിട്ടി, പകുതിയും കിട്ടി. അപ്പൊ ഇതിനെ കാണിക്കുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് എന്ത് പറയാം, 1 കിട്ടി പ്ലസ് ഒരു 1/2 കൂടി കിട്ടി, ഒരു പകുതിയും കൂടി കിട്ടി. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 + 1/2. സാധാരണ രീതിയിൽ പ്ലസ് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്, എഴുതാറില്ല. അവിടെ നമുക്ക് എഴുതിയില്ലെങ്കിൽ നമുക്ക് അറിയാം അത് പ്ലസ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ എങ്ങനെ എഴുതാം, 1 1/2 എന്നാണ് വായിക്കുക. 1 1/2, ഒരു ബിസ്ക്കറ്റും ഒരു പകുതി ബിസ്ക്കറ്റും. അപ്പൊ 1 1/2. അപ്പൊ ഇതാണ് എന്ത്, മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബുക്കിൽ ഈ പേര് പറയുന്നില്ല, നമ്പർ ഫ്രാക്ഷനിന്റെ നമ്പർ എന്ന് പറയുന്നുള്ളൂ. ഞാനത് പറഞ്ഞു തന്നു മാത്രം. ഇനി വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ 5 ബിസ്ക്കറ്റ് ഉണ്ട്, 2 പേരുണ്ട്. അതിനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, തുല്യമായി വീതിക്കണം. എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ 2 വെച്ച് കൊടുത്തു, 2 വെച്ച് 2 പേർക്കും കൊടുത്തു. പിന്നെ അവിടെ ബാക്കി 1 വരുന്നുണ്ട്. അതിനെ എന്ത് ചെയ്താൽ മതി, 2 തുല്യ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അപ്പൊ ഒരാൾക്ക് 2ൽ ഒരു കഷ്ണമാണ് കിട്ടിയത്, അതായത് 1/2 ആണ് കിട്ടിയത്. അപ്പൊ ഒരാൾക്ക് എത്രയാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 + 1/2 അല്ലെങ്കിൽ 2 1/2, 2 1/2. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഫ്രാക്ഷനെയാണ് എന്ത് പറയാ, മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്രഭിന്നം എന്ന് പറയാം. കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 1/2 പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. 3 1/2, 4 1/4, 5 1/3. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു, പ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടാമത്തെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണ്, ന്യൂമറേറ്റർ അതായത് മുകളിലത്തെ നമ്പർ ചെറുത്, താഴെയുള്ള നമ്പർ വലുത്, ഡിനോമിനേറ്റർ വലുത്. രണ്ടാമത്തേത് എന്തായിരുന്നു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് മുകളിലത്തെ നമ്പർ വലുത്, താഴെയുള്ള നമ്പർ ചെറുത്. മൂന്നാമത്തെ ടൈപ്പാണ് ഇത്. ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും, ഒരു നമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഇനിയാണ് നമ്മുടെ ലെസണിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇതെല്ലാവരും നോട്ടിലേക്ക് നല്ല രീതിയിൽ എഴുതിയെടുക്കുക. 3 ടൈപ്പ് ഫ്രാക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.